ദിനം പ്രതി നമ്മുടെ ചെലവുകൾ വളരെ കൂടുതലാണ് വർദ്ധിച്ചു വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടേമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് 9% തൊട്ട് 11% വരെയാണ്. എന്നാൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 8% തൊട്ട് 10% വരെയാണ്. ഏത് കാറ്റഗറി എടുത്തു നോക്കിക്കഴിഞ്ഞാലും മെഡിക്കൽ വിഭാഗത്തിനും എഡ്യൂക്കേഷനുമാണ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നത് എന്നർത്ഥം. ഇന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസം എടുക്കുന്നതിനേക്കാൾ ചെലവാണ് US പോലത്തെ കൺട്രികളിൽ ഫ്യൂച്ചറിൽ നമ്മളെ കുട്ടികൾക്ക് MS മാസ്റ്റേഴ്സ് പോലത്തെ അല്ലെങ്കിൽ PhD പോലത്തെ ഡിഗ്രികൾ പോയി ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരണമെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആണ് എന്ന് ചുരുക്കം. ഇന്ത്യയിൽ ഇത്രത്തോളം എക്സ്പെൻസീവ് ആയ സ്ഥിതിക്ക് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അവർ കുഞ്ഞുനാളിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പോലും ഭാവിയിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതെയോ അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് പർപ്പസ് ഇതുപോലത്തെ എന്ത് ഇതര ആവശ്യങ്ങളാണെങ്കിലും നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അവർ കുട്ടികൾ കുഞ്ഞുനാളായിരിക്കുന്ന സമയത്ത് എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുന്നു അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. എന്നാൽ 5 വർഷമോ 10 വർഷമോ 15-20 വർഷം എത്ര കാലമാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അവരുടെ ജീവിതം, തുടർന്നുള്ള അവരുടെ ലൈഫ് നമുക്കൊന്ന് ഫ്ലറിഷ് ചെയ്ത് കൊടുക്കാൻ ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇന്ന് കുട്ടികളുടെ പേരിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വളരെ ബ്രോഡർ ആയിട്ടുള്ള 3 ഓപ്ഷൻസുകളാണ് ഉള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സുകന്യ സമൃദ്ധി യോജന, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്. ഈ 3 റെഗുലേറ്റഡ് ആയിട്ടുള്ള 100% റെഗുലേറ്റഡ് ആയിട്ടുള്ള ഈ 3 ഓപ്ഷനുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും അതിൻ്റെ മാത്തമാറ്റിക്സും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മാസ്റ്റർ ക്ലാസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന 3 ഓപ്ഷൻസ് ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ 3 ഓപ്ഷൻസും 100% സെൻട്രൽ ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന, SSY എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി സെഗ്മെന്റിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ. ഈ 3 ഇൻവെസ്റ്റ്മെന്റുകളും മുന്നേ പറഞ്ഞതുപോലെ 100% റെഗുലേറ്റഡ് ആണ്. ഈ 3 ഇൻവെസ്റ്റ്മെന്റിന്റെയും ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ എല്ലാം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം സുകന്യ സമൃദ്ധിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതേ എമൗണ്ട് ഞാൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതേ എമൗണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ഒരു ഗ്രാജുവേഷൻ ടൈമിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വെഡ്ഡിങ് ടൈമിൽ നമുക്ക് എത്രത്തോളം എമൗണ്ട് കോർപ്പസ് ആയിട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്സിന്റെ സഹായത്തോടെ ഒന്ന് അനലൈസ് ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് സുകന്യ സമൃദ്ധി യോജന SSYയുടെ ഗുണങ്ങളും SSYയുടെ ദോഷങ്ങളുമാണ്. നോക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. സുകന്യ സമൃദ്ധി യോജന ഗവൺമെന്റ് ഓരോ ക്വാർട്ടറിലും ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യും. 7.6% തൊട്ട് 8.5% സുകന്യ സമൃദ്ധി ഇതുവരെ കൊടുത്തിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ഇതൊരു മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ റിട്ടേൺ കമ്പാരിറ്റീവ്ലി അല്പം കുറവാണ്. ഇനി ടാക്സ് വിഷയത്തിലോട്ട് വരുമ്പോൾ ഇതിനെ EEE സ്റ്റാറ്റസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ 3 കാണിക്കുന്നത് എക്സംപ്റ്റ് എന്നാണ്. എക്സംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 1.5 lakhs വരെ 80C എന്ന് പറയുന്ന സെക്ഷൻസിൽ ഇൻകം ടാക്സിൽ കുറവ് ലഭിക്കും. അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് ഇല്ല. മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനും ടാക്സ് ഇല്ല. അപ്പൊ 3 സ്ഥലങ്ങളിൽ നമുക്ക് ടാക്സ് ഇല്ല. അതുകൊണ്ടാണ് എക്സംപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്, ഇതിൽ ലിക്വിഡിറ്റി റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്നൊരു ആവശ്യം വന്ന് നമ്മളൊരു 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. നമ്മുടെ പെൺകുട്ടികൾ 21 വയസ്സാകുന്നത് വരെ
ഈ സ്കീമിൽ ലോക്കിൻ ആണ്. അതിനു മുന്നേ നമുക്ക് ഈ പണം എടുക്കാനായിട്ട് പോസിബിൾ അല്ല എന്നർത്ഥം. റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻ പറയാം. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഫുൾ വിഡ്രോവൽ ബിഫോർ 21st, അതായത് 21 ഇയേഴ്സിന് മുന്നേ ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇൻ കേസ് ആ കുട്ടിയുടെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പാർഷ്യൽ വിഡ്രോവൽ പോസിബിൾ ആണ് ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ഓൺലി 18 ഇയേഴ്സ്, 18 വയസ്സിന് ശേഷം മാത്രം. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മിനിമം 250 രൂപ തൊട്ട് മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എക്സംപ്റ്റഡ് ഫ്രം ദ ടാക്സ്, ഇൻട്രസ്റ്റും എക്സംപ്റ്റഡ് ഫ്രം ദ ടാക്സ്, അവസാനം ലഭിക്കുന്ന തുകയും എക്സംപ്റ്റഡ് ഫ്രം ദ ടാക്സ്, അതായത് ഇതിന് ടാക്സ് ഇല്ല എന്ന് ചുരുക്കം. ഇത് നോട്ട് സ്യൂട്ടബിൾ ഫോർ HNI. HNI എന്ന് പറഞ്ഞാൽ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ്, അതായത് ലാർജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു സ്യൂട്ടബിൾ ഓപ്ഷൻ അല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 1.5 lakhs എന്ന് പറയുന്നത് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിന് കുറവാണ്. ഹൈ നെറ്റ്വർത്ത് ഉള്ള ഇൻഡിവിജ്വൽസ്, അതായത് അവര് 10 lakhs 5 lakhs അതുപോലത്തെ ലാർജ് എമൗണ്ടുകളെല്ലാം മന്ത്ലിയോ വീക്കിലോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ഇനി ഇത് വിഡ്രോ ചെയ്യുന്നതിന് ചില റൂൾസ് ഉണ്ട്. 50% ഓഫ് ദ എമൗണ്ട് അലൗഡ് ആണ് വിഡ്രോ ചെയ്യാൻ ആഫ്റ്റർ 18 വയസ്സിന് ശേഷം. അതാണ് ഈ പാർഷ്യൽ വിഡ്രോവൽ എന്ന് പറയുന്നത്. 21 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് ടാക്സ് ഇല്ല. ഇതിന്റെ ഒരു പ്രോബ്ലം, ഈ 18 വയസ്സിന് മുന്നേ നമുക്കൊരു എമർജൻസി, എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ പോലും ഈ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. നോ അതർ എമർജൻസി ക്യാൻ ഫുൾഫിൽ വിത്ത് ദ ഫീച്ചർ. ഇനി ഇതിന്റെ എലിജിബിലിറ്റി, ഇത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കീമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ബോയ്സ് ഉണ്ടെങ്കിൽ ആ ബോയ്സിന് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റില്ല. സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഇനി ഇതിൽ റിസ്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 0 റിസ്ക് ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീം ആയതുകൊണ്ട് തന്നെ. റിട്ടേൺ ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യില്ല. ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന് ഞാൻ തുടർന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ പറയാം. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7.6 തൊട്ട് 8.5 ആണ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ആ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യില്ല എന്ന് ചുരുക്കം. ട്രാൻസ്ഫറബിലിറ്റി, നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, നമുക്ക് ആ സ്ഥലത്ത് ഒരു പോസ്റ്റ് ഓഫീസിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ബാങ്കിലാണ് നമുക്ക് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്ന സ്ഥലത്തോട്ട്, വേറെ സിറ്റിയിലോട്ടോ വേറെ ജില്ലയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇതിലെ മ്യൂച്വൽ ഫണ്ടുകൾ കൊടുക്കുന്നത് പോലെയുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെയുള്ള വെബ് ഇന്റർഫേസുകൾ എല്ലാം വളരെ കുറവാണ്. അതായത് ഓൺലൈൻ ഫെസിലിറ്റി കുറച്ച് ലിമിറ്റഡ് ആണ് എന്ന് അർത്ഥം. ഇനി നമുക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആയിട്ടുള്ള 7.1% പെർ ആനം. ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് വരാം. ഇതിന്റെ മാത്സ് എടുത്ത് ഇതിന്റെ റിട്ടേൺസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫീച്ചേഴ്സ്. ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് തുറന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. ഗ്യാരണ്ടീഡ് ആയിട്ട് 7.1% പെർ ആനം ആണ് റിട്ടേൺ. ഇതൊരു മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാൻ അല്ല. അതേപോലെ തന്നെ ഇതിലും എക്സംപ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന എമൗണ്ടിനും ഇൻട്രസ്റ്റിനും അവസാനം ലഭിക്കുന്ന മെച്യൂരിറ്റി എമൗണ്ടിനും ടാക്സ് ഫ്രീ ആണ്. ലിക്വിഡിറ്റി റെസ്ട്രിക്ഷൻ ആണ്. നമുക്ക് തോന്നുന്ന സമയത്ത് ഇതിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് ക്യാഷ് എടുക്കാനായിട്ട് പോസിബിൾ അല്ല. 15 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതിന്റെ മുന്നേ ഫുൾ വിഡ്രോവൽ പോസിബിൾ അല്ല. മിനിമം 500 rupees പെർ ഇയർ, മാക്സിമം 1.5 lakhs പെർ ഇയർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. HNI ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ്, അതായത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. 50% പാർഷ്യൽ വിഡ്രോവൽ പോസിബിൾ ആണ് ഫ്രം 7 years. 7 years നമ്മൾ കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 50% നമുക്ക് വിഡ്രോ ചെയ്യാം. എമർജൻസി കേസസിൽ ലിക്വിഡിറ്റി പോസിബിൾ ആണ്, ബട്ട് ലിമിറ്റഡ് ആണ്. നമുക്ക് ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. എലിജിബിലിറ്റി, എല്ലാ ഇൻഡിവിജ്വൽസിനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾക്ക് PPF-ൽ NRIs-ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതും ഒരു ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീം ആയതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണ്. ഇതിന്റെ റിട്ടേണും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ല എന്ന് ചുരുക്കം. കാരണം 7.1% ആണ് ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ഇതും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഒരു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നമുക്ക് നമ്മൾ ത്രൂ ഒരു ബാങ്ക് വഴിയായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെയാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന പോസ്റ്റ് ഓഫീസ്, നമ്മൾ പോകുന്ന ബാങ്കിലോട്ടൊക്കെ ഇതിന്റെ ഹോൾഡിങ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓൺലൈൻ ഫെസിലിറ്റീസുകൾ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന
ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇപ്പോഴും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് വരുന്ന സ്കീമുകൾക്ക് ഇല്ല എന്നാണ്. അത് ഓൺലൈൻ ഫ്ലെക്സിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് ചുരുക്കം. സുകന്യ സമൃദ്ധി യോജന SSY, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, ഇതിന്റെ രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ കണ്ടു. ഇനി മ്യൂച്വൽ ഫണ്ടിൽ എന്ത് സംഭവിക്കുന്നു? മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. ഈ 12% ഞാൻ എടുത്തത് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ റിട്ടേൺ മാത്രമാണ്. മറ്റ് ഫണ്ടുകളിലോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടും. സോ ഞാൻ ഏറ്റവും കുറവുള്ള റിട്ടേൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സുകന്യ സമൃദ്ധി യോജനയിലും PPF-ലും നമുക്ക് ഫുള്ളി ടാക്സ് ഇല്ല, എക്സംപ്റ്റ് ആണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ വരുന്ന സമയത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിരിക്കും. അതായത് ഈ ഗെയിനിന് ടാക്സ് അടക്കണം. മോസ്റ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ഒരു ലോങ് ഡ്യൂറേഷൻ 5 years പ്ലസ് ആയിരിക്കും. പക്ഷെ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 12% ടാക്സ് മ്യൂച്വൽ ഫണ്ടിൽ വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. ലോക്ക് ഇൻ പീരീഡ്, ഇതിൽ ലോക്ക് ഇൻ പീരീഡ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാം. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 100 rupees പെർ മന്ത് ആണ് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം നോ ലിമിറ്റ്. വിഡ്രോവൽ റൂൾസ്, എനി എമൗണ്ട് യു ക്യാൻ വിഡ്രോ അറ്റ് എനി ടൈം, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. എലിജിബിലിറ്റി, NRIs ആയിട്ടുള്ള ആളുകൾക്കും ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിസ്ക് പ്രൊഫൈൽ, PPF-നെ കമ്പയർ ചെയ്യുന്ന സമയത്തും സുകന്യ സമൃദ്ധി യോജന SSY-നെ കമ്പയർ ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് റിസ്ക് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ട്രാൻസ്ഫറബിലിറ്റി, ഇറ്റ്സ് ഫുള്ളി ഓൺലൈൻ, ഇറ്റ്സ് ഫുള്ളി ഫ്ലെക്സിബിൾ. യു ക്യാൻ സ്വിച്ച് ദ ഫണ്ടുകൾ നമുക്ക് മാറ്റാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. 100 രൂപ തൊട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്, കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. വിത്ത് മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇരുന്നു കൊണ്ട് നമുക്ക് ഏത് സമയത്തും ഇതിനെ റെഗുലേറ്റ് ചെയ്യാം, ഏത് സമയത്തും നമുക്ക് ഇതിനെ കാണാം, ഏത് സമയത്തും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഏത് സമയത്തും വിഡ്രോ ചെയ്യാം. കംപ്ലീറ്റ്ലി ഓൺലൈൻ ഈസ് ഫുൾ ഫ്ലഡ്ജ്ഡ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റിന്റെ ടേബിൾ ആണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ വന്ന പീരീഡ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ, ഇപ്പൊ കറന്റ് ജൂലൈയിൽ റൺ ചെയ്യുന്ന ഇൻഫ്ലേഷൻ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് 2025 ഓഗസ്റ്റിലാണ്. ഈ സമയത്തുള്ള ഡാറ്റ അല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ റേറ്റ് വന്ന ടൈമാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പ്രോപ്പർട്ടി, നമുക്കറിയാം, നമ്മൾ ലാൻഡുകൾ വാങ്ങുന്നു, വിൽക്കുന്നു. ലാൻഡിന് വരുന്ന അപ്രിസിയേഷൻസ് അല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% തൊട്ട് 8% വരെയാണ് അർബൻ ഏരിയയിൽ വരുന്നത്. ഇതിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഹയസ്റ്റ് ഗവൺമെന്റ് റെക്കോർഡ് ചെയ്ത് 2022-23 ഫിനാൻഷ്യൽ ഇയറിലായിരുന്നു. ഫുഡിന് വരുന്ന ഇൻഫ്ലേഷൻ റേറ്റ് 7.8 ആണ് വരുന്നത്. അത് 2022-ലാണ് ഹയസ്റ്റ് റിട്ടേൺ ചെയ്തത്. ഹയസ്റ്റ് റിട്ടേൺ അല്ല, ഹയസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എഡ്യൂക്കേഷൻ 8 മുതൽ 10% വരെയാണ് എഡ്യൂക്കേഷന്റെ ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പൊ കറണ്ട് ഇൻഫ്ലേഷൻ റേറ്റും ഇതിനിടക്കാണ് നിൽക്കുന്നത്. മെഡിസിൻ 9 തൊട്ട് 11% വരെയാണ് മെഡിക്കൽ എക്സ്പെൻസ് അല്ലെങ്കിൽ മെഡിസിനിൽ വരുന്ന ഇൻഫ്ലേഷൻ റേറ്റ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. എഡ്യൂക്കേഷനും മെഡിക്കൽ എക്സ്പെൻസിനുമാണ് ഏറ്റവും കൂടുതൽ ചെലവ് ഇന്ത്യയിൽ വരുന്നത് എന്ന് ചുരുക്കം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇത്രയും ഹ്യൂജ് ആയിട്ട് മെഡിക്കൽ ഇൻഫ്ലേഷൻ നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ട് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനറൽ CPI ഡാറ്റ 2020 റെക്കോർഡ് ചെയ്ത് 7.6% ആയിരുന്നു. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റായിട്ടും കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഗ്രാജുവേഷൻ, അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇത്തരത്തിലുള്ള പഠനങ്ങൾ അവർ ഇന്ത്യയിലാണ് പഠിക്കുന്നതെങ്കിലും അവർ പുറത്തു പോയാണ് US, കാനഡ, ജർമ്മനി പോലത്തെ കൺട്രികളിൽ പഠിക്കുമ്പോഴാണെങ്കിലും, ജർമ്മനിയിലില്ല മറ്റ് കൺട്രീസിൽ എസ്പെഷ്യലി US-ലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ അവർ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും കുട്ടികൾ പുറത്തു പോയി പഠിക്കുമ്പോൾ വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷന് ഫീസ് ഉള്ള കൺട്രികളുണ്ട്, ഇപ്പോൾ USA പോലത്തെ കൺട്രികൾ. എന്നാൽ യൂറോപ്പിലെ കൺട്രികളിൽ പോലെ യൂറോപ്യൻ രീതിയിലുള്ള കൺട്രികളിലെല്ലാം എഡ്യൂക്കേഷൻ കമ്പാരറ്റീവ്ലി എക്സ്പെൻസീവ് അല്ല.
ഇന്ത്യയിലാണ് പഠിക്കുന്നതെങ്കിൽ ഇതാണ് ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പം ഏകദേശം നമുക്ക് 10% മാക്സിമം എഡ്യൂക്കേഷന് വേണമെന്നുള്ളത് എടുക്കാം. സോ 10% മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. ഫൈനലി നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ 3 ടേബിളുകൾ സുകന്യ സമൃദ്ധി യോജന, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞു സുകന്യ സമൃദ്ധി യോജന ഓരോ ക്വാർട്ടറിലും ഗവൺമെന്റ് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണിന് എന്ത് ചെയ്യും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഒരു 4-5 വർഷം സംഭവിച്ച ഡാറ്റയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതായത് 2019-20 8.4 ആയിരുന്നു സുകന്യ സമൃദ്ധിയുടെ റിട്ടേൺ. ഇന്ന് അതിനുശേഷം അത് 7.6 ആയി, 7.6, 7.6, പിന്നെ അല്പം കൂടി 8. അതിൻ്റെ അടുത്ത ക്വാർട്ടറിൽ 8.2 ആയി, ഇപ്പം നിൽക്കുന്നത് 8.2 ആണ്. ഞാൻ ഇതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഈ സുകന്യ സമൃദ്ധി യോജനയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് കേസിൽ നമുക്ക് കിട്ടാവുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 7.6 ആണ്, ഏറ്റവും കുറവ് റിട്ടേൺ. ഞാൻ അതാണ് ഇതിന്റെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഓരോ സമയത്തും ഇതേപോലെ തന്നെ ഗവൺമെന്റ് ഇത് റിവൈസ് ചെയ്യും. ആ റിവൈസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഡാറ്റയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 7.9 to 7.10. സോ 7.10 എന്ന് പറയുന്ന ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ റേറ്റ് ആണ്. അതാണ് ഇതിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ മിനിമം റേറ്റ്. ആ മിനിമം റേറ്റ് ഞാൻ ഇതിന്റെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ PPF 7.1, സുകന്യ സമൃദ്ധി യോജന അല്പം കൂടുതലാണ് 7.6. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള റിട്ടേൺ ആവറേജ് CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 12%. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 12% റിട്ടേൺ നമുക്ക് കിട്ടില്ല, നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ. കാരണം അതാണല്ലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നത്. ആ റിട്ടേൺ എന്ന് പറയുന്നത് 10.5 ആയിരിക്കും. സുകന്യ സമൃദ്ധി യോജനയിൽ ടാക്സ് ഇല്ല, എക്സംപ്റ്റ് ആണ്. സോ 7.6 പറഞ്ഞാൽ ആ 7.6 കിട്ടിയിരിക്കും. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ 7.1 പറഞ്ഞാൽ 7.1 കിട്ടിയിരിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ 12% പറഞ്ഞാൽ ടാക്സ് കിഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ബേസിക്കലി നമ്മുടെ പോക്കറ്റിലോട്ട് വരുന്നത്. അതെന്ന് പറയുന്നത് 10.5 ആണ്. അതെങ്ങനെ വന്നു എന്നറിയാൻ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ ടാക്സ് CAGR 12% into 1 minus 0.125. ഇതെന്ന് പറഞ്ഞാൽ 12.5% ടാക്സ്. ആ ടാക്സ് ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10.5% കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷന്റെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 8 മുതൽ 10% വരെയാണ്. സോ മിനിമം 10% ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന സ്കീമിൽ ചെയ്താൽ മാത്രമാണ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഫ്ലേഷനെ മറികടക്കാൻ പറ്റുള്ളൂ. ഈ ടേബിളിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. സുകന്യ സമൃദ്ധി യോജന 7.6, PPF 7.1, മ്യൂച്വൽ ഫണ്ടുകൾ 10.5 ആണ് റിട്ടേൺ കൊടുക്കുന്നത്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ചില മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് നോക്കാം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ 12% പറഞ്ഞത് കറക്റ്റ് ആണോ എന്നുള്ളത്. നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഡാറ്റ ഒന്നെടുത്ത് പരിശോധിക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇതിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് കാറ്റഗറിയുള്ള ഡാറ്റ ഞാനൊന്ന് പുൾ ചെയ്തു. ആസ് ഓഫ് 13/8/2025 ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ 1 month, 3 month, 1 year, 10 year, 5 years, 10 year 3 ഇയറിലെ റിട്ടേൺ എന്ന് പറയുന്നത് 12.92 ആണ്. 5 ഇയറിലെ റിട്ടേൺ 18.27 ആണ്. 10 ഇയറിലെ റിട്ടേൺ 12.79 ആണ്. അതായത് ഇത് കൊടുക്കുന്ന ആവറേജ് റിട്ടേൺ 10 വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 12.79 ആണ്. ഞാൻ ആ 79 ഒഴിവാക്കിയിട്ട് അതിനെ ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് ഞാൻ താഴോട്ട് കൊണ്ടുവന്നു. ഏറ്റവും മിനിമം വേസ്റ്റ് കേസിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടിയാലും അത് ബോണസ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ 12% റിട്ടേൺ ആയിട്ടാണ് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിന് എടുത്തത്. ടാക്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു? 10.5%. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്സ് ചെയ്തു നോക്കി എന്താണ് ഇതിൽ റിയലിസ്റ്റിക്കലി നടക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ കുട്ടികളുടെ വയസ്സാണ് ഞാൻ കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത്. 2 വയസ്സാകുന്ന തൊട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കുട്ടിയുടെ പ്രായം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 വയസ്സ് എന്ന് പറയുന്ന ഒരു റെഫറൻസിന് ഞാൻ എടുക്കുന്നു.
മൂന്നാമത്തെ വയസ്സാകുന്ന സമയത്ത് ആ കുട്ടി LKG പോകുന്നു, UKG പോകുന്നു, അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. 12th സ്റ്റാൻഡേർഡ് കഴിയുന്നതോടുകൂടി ആ കുട്ടി ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നു, അണ്ടർ ഗ്രാജുവേഷൻ. ഇതിന് ഞാൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12,500 രൂപയാണെന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഈ എമൗണ്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഞാൻ ഈ ടൂള് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇനി ഇയർലി കോൺട്രിബ്യൂഷൻ നമ്മൾ 12,500 വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു വർഷം നമ്മൾ അടക്കുന്നത് 1,50,000 രൂപയായിരിക്കും എന്ന് ചുരുക്കം. ഈ 1,50,000 ഫുള്ളി ടാക്സ് ഫ്രീ ആണ്. പോസ്റ്റ് ടാക്സ് റിട്ടേൺ നമ്മൾ പറഞ്ഞു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇതുവരെയുള്ള 5-6 വർഷത്തെ റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിനിമം കൊടുത്തിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 7.1 ആണ്. ആ പെർസെൻറ്റേജ് അവിടെ ഫിൽ ചെയ്തിട്ടുണ്ട്. 7.1 പോസ്റ്റ് ടാക്സ് റിട്ടേൺ. അതായത് ഇതിന് ഓൾറെഡി ടാക്സ് ഇല്ല. സോ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും സെയിം റിട്ടേൺ ആണ്. ഈ റിട്ടേണിൽ ഓരോ വർഷവും നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന കോർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്രയായിട്ട് വളരും. 1,50,000 ഇൻവെസ്റ്റ് ചെയ്താൽ ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ 1,60,650. ഇത് ഓരോ വർഷം കഴിയുമ്പോൾ എന്ത് മാറ്റം വരുന്നുള്ളതാണ് ഈ ടേബിളിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ്, നമ്മൾ ഈ കുട്ടിക്ക് 12th അതായത് 12ാം ക്ലാസ് പഠിക്കുന്നത് വരെ +2 പഠിക്കുന്നവരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തോട്ടോ ഇല്ലെങ്കിൽ ഇന്ത്യയിലോ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. ആ സമയത്ത് നമുക്ക് ഓരോ വർഷവും ഇന്ന് ഏകദേശം ഒരു 2 to 3 ലക്ഷം രൂപ വരെ ഒരു നോർമൽ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് നമുക്ക് ചെലവുണ്ട്. അത് ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് 10% ഇൻഫ്ലേഷൻ റേറ്റ് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് 15 വർഷം കഴിയുമ്പോൾ വരും. സോ ആ ഒരു കാൽക്കുലേഷനിൽ എൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. ആ സമയത്ത് ആ കുട്ടിക്ക് ഒരു 10 ലക്ഷം രൂപ ഓരോ വർഷവും നമുക്ക് ചെലവ് വരും. അതായത് 10 ലക്ഷം രൂപ അത് അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഏത് കോഴ്സ് എടുത്താലും അതിൽ 10 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതിൻ്റെ അടുത്ത വർഷം നമ്മൾ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നു. അതിൻ്റെ അടുത്ത വർഷം നമ്മൾ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നു. അതിൻ്റെ അടുത്ത വർഷം നമ്മൾ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നു. അതായത് ഓരോ വർഷത്തിലും 10 ലക്ഷം വെച്ച് വിഡ്രോ ചെയ്യുന്നു. ടോട്ടൽ നമ്മൾ 40 ലക്ഷം രൂപ നമ്മൾ 12th വരെ ആ കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ അണ്ടർ ഗ്രാജുവേഷൻ ആകുന്ന സമയത്ത് നമുക്ക് ഫീസ് അടക്കാനും ഹോസ്റ്റലിലെ ചെലവുകൾക്കും എല്ലാമായിട്ട് ഈ ഫീസ് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ 40 ലക്ഷം നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ PPF അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടായിരിക്കും? നമുക്കറിയാം 15 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ആണ്. അതാണ് ഈ സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 15 വർഷം നമ്മൾ PPFൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ബാലൻസ് നമ്മുടെ PPF അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും? ഈ 10 ലക്ഷം ഓരോ വർഷം വെച്ച് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 5,90,330 രൂപ, സിമ്പിളായിട്ട് പറഞ്ഞാൽ 5.9 lakhs നമ്മുടെ PPF അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാകും എന്ന് ചുരുക്കം. ഇനി ഞാനിവിടെ 12,500 എന്ന് പറയുന്നത് ഒരു മന്ത്ലി കോൺട്രിബ്യൂഷൻ എടുത്തു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് 15,000 രൂപ ആണ് അടക്കാൻ പറ്റുന്നെന്ന് വിചാരിക്കുക. 5,000 എങ്കിൽ 5,000, 10,000 എങ്കിൽ 10,000, 15,000 എങ്കിൽ 15,000. സോ എത്രയാണോ നിങ്ങൾക്ക് ഫീസിബിൾ ആ എമൗണ്ട് അടക്കാം. പക്ഷെ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു 15,000 എമൗണ്ട് ആണ് ഒരു കുട്ടിക്ക് ഒരു മാസം അടക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ 15,000 എന്നാക്കി കൊടുക്കുന്നു. കമ്പ്യൂട്ടറിൽ എൻ്റർ അടിക്കുന്നു. ടേബിൾ കംപ്ലീറ്റ്ലി എല്ലാം ചേഞ്ച് ആവും. നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട. ഇവിടെ 15,000 എന്നുള്ളത് ഒരു വർഷത്തേക്ക് 1,80,000. ഇതിന്റെ എമൗണ്ട് കൂടും. ഇത് കൂടി 40 ലക്ഷം വിഡ്രോ ചെയ്താലും അവസാനം എന്തുണ്ടായിരിക്കും? 16,60,000 ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരു പാരന്റ് പറയാം എനിക്ക് 15,000 അല്ല, എനിക്ക് ഒരു 16,000 എമൗണ്ട് കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ 16,000 എന്ന് അടിക്കുന്നു. 16,000 അടിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് സംഭവിക്കുന്നു? 20 ലക്ഷം നമുക്ക് അവസാനം ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഈ ടേബിളിലുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരും. എത്രയാണ് നിങ്ങളുടെ കോർപ്പസ് ബാലൻസ് ഉണ്ടാകുന്നത് നിങ്ങൾ 10 ലക്ഷം വെച്ച് ഓരോ വർഷവും എടുത്തു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം എന്നുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ മാറ്റാം. 20 ലക്ഷം ആക്കാം, 15 ലക്ഷം ആക്കാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. ഞാൻ ഇൻഫ്ലേഷൻ റേറ്റ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ഇന്നൊരു 2-2.5 ലക്ഷം രൂപ ഫീസ് അടക്കുന്ന ഒരു കുട്ടിക്ക് ആ സമയമാകുമ്പോഴേക്കിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ ചെലവ് വരും ഓരോ വർഷവും എന്നുള്ളതാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ
ഏകദേശം 5,09,000 ലഭിക്കുന്നു എന്ന് കണ്ടു. ഇതേ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ സുകന്യ സമൃദ്ധി യോജന SSYയിലാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കാം. അതായത് കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. 2ാം ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 3ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അപ് ടു 12th സ്റ്റാൻഡേർഡ് വരെ ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടല്ലോ. സോ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞിട്ട് എടുക്കുന്നത് പോലെ നമുക്ക് എടുക്കാം. സോ ഞാൻ 12,500 ഞാൻ ഇതേ ഒരു PPFലുള്ള ഇതേ കേസ് ഞാൻ സുകന്യ സമൃദ്ധിയിൽ എന്ത് വരും എന്നുള്ളത് കാണാനാണ് ശ്രമിക്കുന്നത്. സോ 12,500 ഞാൻ ഓരോ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു കൊല്ലത്തേക്ക് 1,25,000. ഇതിലെ പോസ്റ്റ് ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് 7.6% ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 5 വർഷത്തിൽ ഏറ്റവും കുറവ് റിട്ടേൺസ് സുകന്യ സമൃദ്ധി കൊടുത്തിട്ടുള്ളത് 7.6 ആണ്. സോ ഏറ്റവും കുറവ് റിട്ടേൺ ഇവിടെ എടുക്കുന്നു. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന കേസ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടു. എത്രയാണ് വരുന്നത്? 7.1 ആണ് വരുന്നത്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് 10 ലക്ഷം രൂപ ഓരോ വർഷവും കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് 5.9 കാണുള്ളൂ. എന്നാൽ SSYയിൽ ഇതേ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 7.6 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ 12,500 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ എത്ര കാണും? 8.74 lakhs നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാകും എന്ന് ചുരുക്കം. ഡെഫിനറ്റ്ലി PPFന് അപേക്ഷിച്ച് സുകന്യ സമൃദ്ധി കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ ഇത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കീമാണ്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഈ സ്കീമും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ല എന്ന് കാണാം. ഞാൻ പറഞ്ഞു ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 8% തൊട്ട് 10% വരെയാണ്. സോ 10% അതിൽ കൂടുതലോ റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയുള്ള ഏറ്റവും വേസ്റ്റ് കേസാണ് നമ്മൾ എടുത്തത് 7.6 എന്ന് പറയുന്ന കേസ്. ഇതേ വേസ്റ്റ് കേസ് തന്നെയാണ് എടുത്തത് നമ്മൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് വന്ന സമയത്തും നമ്മൾ 7.1 എടുക്കുന്നു. ഈ വേസ്റ്റ് കേസ് ഓഫ് സുകന്യ സമൃദ്ധി യോജന 7.6% ആണ്. ഇനി ഇതേ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോട്ടും ചെയ്യാൻ പോവാണ്. അതായത് സുകന്യ സമൃദ്ധി യോജനയിലും PPFലും ചെയ്തിട്ടുള്ള അതേ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം. മ്യൂച്വൽ ഫണ്ടിലും ചെയ്യുന്നത് ഓരോ മാസവും 12,500 രൂപ, ഒരു വർഷം 1,50,000. പോസ്റ്റ് റിട്ടേൺ ഗെയിൻ എന്ന് പറയുന്നത് 10.5% ആണ്. എന്നാൽ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇവിടെ ഏകദേശം കുട്ടി 12th പഠിക്കുന്നതിന് മുന്നേ ആയിട്ട്, അതായത് 10th ക്ലാസ് വരെ SSLC കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ കുട്ടിക്ക് നമ്മൾ ഇക്വിറ്റി സെഗ്മെന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10.5. അതിനുശേഷം ശ്രദ്ധിച്ചിരിക്കണം, അതിനുശേഷം നമ്മുടെ റിട്ടേൺ നമ്മൾ സഡൻ ആയിട്ട് 6%-ലോട്ട് കുറക്കുന്നു. ഈ കുട്ടി 11th പഠിക്കുമ്പോഴും, അതായത് +1 +2 എന്ന് പറയുന്ന 2 വർഷം ഹയർ സെക്കൻഡറി പഠിക്കുന്ന വർഷം തൊട്ട് നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് നേരെ ഡെപ്റ്റിലോട്ട് ഈ എമൗണ്ടിനെ മാറ്റുന്നു. ഡെപ്റ്റ് എന്ന് പറയുന്നത് സേഫ് ഹെവൻ ആണ്. ഗവൺമെന്റ് ട്രഷറി ബോണ്ടുകളും ഗവൺമെന്റ് സെക്യൂരിറ്റി ബോണ്ടുകളും കോർപ്പറേറ്റ് ഡെപ്റ്റുകളും അടങ്ങുന്ന ഡെപ്റ്റ് ഫണ്ടുകളിലോട്ട് നമ്മൾ ഇതിനെ മാറ്റുന്നു. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ 12th കഴിഞ്ഞിട്ടാണ് ക്യാഷ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടിൽ റിട്ടേണിൽ നമുക്ക് കാര്യമായ കുറവ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് പോലത്തെ കേസുകളെല്ലാം വന്നപ്പോൾ 30% മാർക്കറ്റ് കറക്ഷൻ വന്നു. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മുടെ ഗോൾ എത്തുന്നത് വരെ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് കുട്ടി അണ്ടർ ഗ്രാജുവേഷന് പഠിക്കുന്ന സമയം. അപ്പൊ അത് എത്തുന്നതിന് 2 വർഷം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ സേഫ് ആക്കി മാറ്റുന്നു. അങ്ങനെ സേഫ് ആക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ് ഫണ്ട് 7-7% റിട്ടേൺ തരുന്ന ഡെപ്റ്റ് ഫണ്ടുകളിലോട്ട് മാറ്റുന്നു. അതിന്റെ പോസ്റ്റ് ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് 6% അപ്രോക്സിമേറ്റ്ലി. അതുകൊണ്ടാണ് ഈ റിട്ടേൺ പെട്ടെന്ന് കുറഞ്ഞതായിട്ട് ഇവിടെ കാണുന്നത്. എന്നാൽ PPFൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലായിടത്തും എല്ലാ സമയത്തും ഇത് 7.5 ആയിരുന്നു. എന്നാൽ അതേ സംഭവം തന്നെയാണ് സുകന്യ സമൃദ്ധി യോജനയിലും എല്ലാ സമയത്തും ഇത് 7.6 തന്നെ കോൺസ്റ്റന്റ് ആയിരുന്നു. ബിക്കോസ് അത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്, മാർക്കറ്റ് ലിങ്ക്ഡ് അല്ല. ഇവിടെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ 10th കഴിയുന്നതോടുകൂടി സേഫ് ഹെവൻ ആയിട്ടുള്ള ഡെപ്റ്റ് ഫണ്ടുകളിലോട്ട് മാറ്റുന്നു.
ഇതേ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഓരോ വർഷവും 10 ലക്ഷം വെച്ച് 40 ലക്ഷം ആ കുട്ടി അണ്ടർ ഗ്രാജുവേഷന് പഠിക്കും എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കോർപ്പസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 17.37 ലാക്ക് എമൗണ്ട് ആണ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ PPF. PPF 5.9 ഉള്ളൂ. സുകന്യ സമൃദ്ധിയിൽ 8.7 ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് SIP വഴി 17.37 ലാക്സ് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഈ എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ മാറും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. സോ 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ നമ്മുടെ റിട്ടേൺ നമ്മുടെ അവസാനം ഉണ്ടാകുന്ന കോർപ്പസും കുറയും. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ 10,000 പകരം നിങ്ങൾ 15,000 ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. സോ ഞാൻ ഈ 15,000 എന്ന് പറഞ്ഞ എമൗണ്ട് ഇവിടെ കൊടുക്കുന്നു. സോ നിങ്ങളുടെ 40 ലക്ഷം എടുത്തിട്ട് നിങ്ങളുടെ ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? 30.1192 30 ലാക്സോളം എമൗണ്ട് ഉണ്ടായിരിക്കും. ഇത് ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ആണ്. ടാക്സ് കിഴിച്ചിട്ടുള്ള റിട്ടേൺ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക. സോ ഞാനിത് 12,500 ബിക്കോസ് നമ്മൾ എല്ലാ കാൽക്കുലേഷനിലും 12,500 ആണ് എടുത്തത്. അതുകൊണ്ട് 12,500 തന്നെ ഞാനിത് വെക്കുന്നു. 17.37 ലാക്സ്. ഒരു കാര്യം കൂടി പറയാം. നമുക്കറിയാം, നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷം നമ്മുടെ സാലറിയിലും കാര്യങ്ങളിലും ഒക്കെ ഹൈക്ക് വരുന്ന സമയത്ത് ഒരു 10% നമ്മളൊന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാലാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് നമുക്ക് കാണാൻ പോകുന്നത്. ആ മാജിക് ഒന്നുകൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓരോ വർഷം കഴിയുമ്പോൾ എത്ര കൂട്ടുന്നു എന്നുള്ളത്. ഞാനിവിടെ 10% മിനിമം ആണ്. നമ്മൾ 10% എടുക്കുന്നത്. എത്ര വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു 10% ഓരോ വർഷം നമ്മൾ 10%, അതായത് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ അടുത്ത വർഷം എന്ത് ചെയ്യുന്നു? 1100 ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10% നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോണ്. 10% മുന്നേ നമുക്ക് എത്രയുള്ളത്? 17.37 ലാക്സ്. ഇപ്പൊ 10% ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോണേ. മാജിക് കാണാം. 10% ഒരു വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടെ 17 ലക്ഷം എന്നുള്ളത് 67 ലക്ഷമായിട്ട് മാറി. ഇതാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള സ്റ്റെപ്പ് അപ്പിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ കംപ്ലീറ്റ് ടൂള് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പോയിട്ട് PPF നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും, സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ Nifty 50 ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഈ വാല്യൂ ഇവിടെ മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. മന്ത്ലി എത്രയാണ് കൊടുക്കുന്നത്, എത്രയാണ് നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 0 എന്ന് കൊടുക്കാൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വീണ്ടും പഴയ മോഡലോട്ട് വന്നു. 17.37 ലാക്സ്. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ ടൂൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് PPF മാറ്റി കൊടുക്കാം, SSY മാറ്റി കൊടുക്കാം, മ്യൂച്വൽ ഫണ്ടിൽ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര റിട്ടേൺ ആയിരിക്കും ഓരോ കേസിലും കിട്ടുന്നത് എന്നുള്ളത്. 3 തരത്തിലുള്ള സ്കീമുകൾ നമ്മൾ കമ്പയർ ചെയ്തു. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി യോജന, മ്യൂച്വൽ ഫണ്ട്. ഇതിലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ഓരോ 10 ലക്ഷം രൂപ 4 തവണകളായിട്ട് കുട്ടി പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വിഡ്രോ ചെയ്താലും നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? 5.9 ലാക്സ് ഉണ്ടായിരിക്കും. ഇതേ സമയം നമ്മൾ സുകന്യ സമൃദ്ധി യോജനയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ 10 ലക്ഷം ഓരോ വർഷം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ 8.75 ലാക്സ് ഉണ്ടായിരിക്കും. ഇതേ സംഭവം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 വർഷം കഴിയുമ്പോൾ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 11th-ലോട്ടോ 12th-ലോട്ടോ വരുമ്പോൾ നമ്മൾ 6% ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡെപ്റ്റിലോട്ട് മാറ്റി ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് 17.3 ലാക്ക് റുപ്പീസ് ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കിട്ടുന്നത്. ഇത് വളരെ എവിഡന്റ് ആണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് 17.3-ഉം SSIയിൽ നിന്ന് 8.7-ഉം PPF-ൽ നിന്ന് 5.9-ഉം കിട്ടുന്നു. ഈ 3 ഡീറ്റെയിൽസും ഒരേ എമൗണ്ട് ആണ് നമ്മൾ 3 രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ വരുന്ന റേറ്റ് ഓഫ് റിട്ടേണും വരുന്ന ടാക്സിലുമുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാൽക്കുലേഷനിലെടുത്തു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റയാണ് ഈ കാണുന്നത്. ഓരോ വർഷവും 10 ലക്ഷം വെച്ച് 4 വർഷം വിഡ്രോ ചെയ്താലും സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന സ്കീമിൽ 8.74 ലക്ഷം ബാലൻസ് വരും. എന്നാൽ ഇതേ കേസസിൽ 40 ലക്ഷം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ 5.9 ലക്ഷവും മ്യൂച്വൽ ഫണ്ടിൽ 17.3 ലക്ഷവും നമുക്ക് ബാലൻസ് വരും അപ്രോക്സിമേറ്റ്ലി. എന്നാൽ ഇതേ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തു കൊടുത്താൽ നമ്മൾ ആ മാജിക് നമ്മൾ കണ്ടു കഴിഞ്ഞു. 17 ലക്ഷം എന്നുള്ളത് ഏകദേശം 67 ലക്ഷത്തിലോട്ട് ബൂമായി എന്നുള്ളത്.
സോ ഈ 3 ഇൻവെസ്റ്റ്മെന്റുകൾക്കും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട്. സുകന്യ സമൃദ്ധി യോജനയെക്കാളും PPF ആണ് നല്ലതെന്നും PPFനേക്കാൾ നല്ലത് മ്യൂച്വൽ ഫണ്ടാണ് നല്ലതെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ മാത്തമാറ്റിക്സിന്റെ മുന്നിൽ മാത്തമാറ്റിക്സ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഡാറ്റ സഹിതം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആഫ്റ്റർ പോസ്റ്റ് ടാക്സ് റിട്ടേൺ എടുത്താൽ നമുക്ക് പറയാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് ക്യാൻ ബീറ്റ് ദ ഇൻഫ്ലേഷൻ ഓഫ് എഡ്യൂക്കേഷനിലോ മെഡിക്കൽ വിഭാഗത്തിലോ വരുന്ന ഇൻഫ്ലേഷനുകളെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അസറ്റ് ക്ലാസ്സിന് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മാത്തമാറ്റിക്സ് അത് പ്രൂവ് ചെയ്യുന്നു. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമുക്കത് കാണിച്ചു തരാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകളും ഒരുപാട് സാധനങ്ങളും ഇന്ന് അവർ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ അവരുടെ ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവർ പഠിക്കുന്ന കാലഘട്ടം അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ വളരെ ഡീസൻ്റ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നല്ല ഒരു ഹയർ ഡിഗ്രി അവർക്ക് നേടിയെടുക്കാനും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് നിർബന്ധമാണ്. അത് നമ്മൾ പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തു കൊടുത്താൽ അത് കുട്ടികൾക്ക് ഒരു വളരെ ഹെൽപ്പാവും. അത് കഴിഞ്ഞ് അവരൊരു ജോലിയിൽ കയറുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ്മെന്റിൽ മിച്ചം വരുന്ന തുക വെച്ചിട്ട് അവർക്ക് അടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ട് അവരുടെ ഫാമിലിയും അവരുടെ കുടുംബത്തിനും അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും. സോ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ആവശ്യമായ എല്ലാ ലിങ്കുകളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ എക്സൽ ടൂള് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ യൂസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അവസ്ഥക്കനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ യാഥാസ്ഥികത മനസ്സിലാക്കിയെടുക്കുക. വീണ്ടും കാണാം.